ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് ഫോർഡ് ഫിയസ്റ്റ ഡീസലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വർക്ക് വരുന്നത് ടൈമിംഗ് ബെൽറ്റ് മാറാണ്ട്, പിന്നെ വാൽ കവറിൻ്റെ പാക്കിങ് മാറാണ്ട്, EGR ക്ലീൻ ചെയ്യാണ്ട്, EGRൻ്റെ മോട്ടറും കാര്യങ്ങളും ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ അവൻ്റെ വാൽ കവറും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. EGR അയച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വാൽ കവറിൻ്റെ പാക്കിങ് ലീക്കാണ്ട്, നല്ലപോലെ ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പാക്കിങ് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് അയക്കാന്നുണ്ടെങ്കിൽ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാർക്കിങ് കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് വരുന്നത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ ഇതിനകത്ത് ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ ബെൽറ്റ് മാറണം, ടെൻഷനർ മാറണം, ഐഡലർ മാറണം, വാട്ടർ പമ്പ് മാറണം കേട്ടോ. വാട്ടർ പമ്പും ഇതിൻ്റെ കൂടെ മാറണം, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇതിനകത്ത് വാട്ടർ പമ്പ് മാറണില്ല, ടെൻഷനറും ഐഡലറും ടൈമിംഗ് ബെൽറ്റും. വാട്ടർ പമ്പ് മാറാത്ത കസ്റ്റമർ കാശില്ല എന്ന് പറഞ്ഞു വാട്ടർ പമ്പ് മാറണം. അപ്പോൾ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. വരുന്ന കാണും കസ്റ്റമറിനെ അതിൻ്റെ അനുഭവിക്കേണ്ടി വരും. വാട്ടർ പമ്പ് മാറണമെന്ന് പറഞ്ഞാൽ പറയണത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്ടർ പമ്പ് ലീക്കാവും. ആ സമയത്ത് പിന്നെ ഇത്തരം കാര്യങ്ങൾ അഴിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ പമ്പിൻ്റെ പുള്ളി ജാമായിട്ട് നിൽക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ടൈം ബെൽറ്റ് പൊട്ട് ജാമാവും, അങ്ങനെ വാൽവ് ബെൻഡൊക്കെ ആവും. അപ്പം പിന്നെ ഹെഡൊക്കെ ഇറക്കേണ്ടി വരും. അപ്പോൾ അത്രയും എമൗണ്ട് ഈ ഒരു വാട്ടർ പമ്പ് മാറുന്നതിൻ്റെ പൈസ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വരും. അതുകൊണ്ട് വാട്ടർ പമ്പ് മാറണമെന്ന് വേണ്ടത്. അപ്പോൾ ടൈമിംഗ് മാർക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്, അതിൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ ആക്കി കേട്ടോ. ആദ്യം പിന്നെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, മൗണ്ടിങ്ങും കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ അയച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മാർക്കിങ് എവിടെ പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ലോക്ക് ചെയ്യേണ്ടത് ക്രാങ്ക് കേട്ടോ. ക്രാങ്ക് ഇതാ തിരിച്ച് കഴിഞ്ഞാൽ ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോൾ കൂടെ ഒരു അല്ലെങ്കിൽ ഇട്ടിട്ട് ഉള്ളിൽ അതേപോലെ ഹോളുണ്ടാകും, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ ഇതാണ് ക്രാങ്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെയാണ് ക്രാങ്ക് മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ക്രാങ്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് വാട്ടർ പമ്പ് കേട്ടോ. വാട്ടർ പമ്പ് ഇതിൽ മാറണില്ല. എന്നാൽ ശരിക്കും അതിൻ്റെ കൂടെ വാട്ടർ പമ്പ് മാറണം. ലീക്കില്ലെങ്കിലും അത് മാറിക്കോണം. 1,00,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ അത് മാറിക്കോണം. രണ്ടാമത് പിന്നെ അഴിക്കേണ്ടി ഇല്ലല്ലോ. അപ്പോൾ ക്യാമിൻ്റെ മാർക്കിങ് വരുന്നത് ഇതാ ഇവിടെ ബോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ടോ. അതൊരു ഹോളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഹെഡ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരു ഹോളുണ്ടായിരിക്കും. അതിനേക്ക് ലോക്കായിരിക്കായിട്ട് ചെയ്യാം. അങ്ങനെയാണ് ക്യാമിൻ്റെ മാർക്കിങ് വരുന്നത്. ക്രാങ്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാം ഓൾറെഡി ലോക്ക് ആവും കേട്ടോ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി വന്നിട്ടോ. പിന്നുള്ളത് പമ്പാണ് കേട്ടോ. പമ്പിനും ഇതേപോലെ ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിലേക്ക് ഒരു ലോക്ക് എന്തെങ്കിലും ചെറിയ ബോൾട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ പമ്പിൻ്റെ ഹോള് കറക്റ്റാവില്ല. അത് ജസ്റ്റ് ബെൽറ്റ് ഊരിയ ശേഷം ജസ്റ്റ് ഒന്ന് പമ്പൊന്ന് ജസ്റ്റ് ബാക്കിലേക്ക് തിരിച്ചിട്ട് ആ ഹോളൊന്ന് കറക്റ്റാക്കി വെച്ചാൽ കേട്ടോ. മറ്റേതാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കറക്കി വെക്കേണ്ടി കേട്ടോ. അപ്പോൾ ബെൽറ്റ് ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് ആ ലോക്ക് കറക്റ്റാക്കി വെച്ചാൽ മതി. പമ്പിൻ്റെ കേട്ടോ, ക്രാങ്കിൻ്റെ അല്ല. ക്രാങ്കിനും കാമിൻ്റെ ഒന്നുമില്ല. ക്രാങ്കും ക്യാമും ലോക്കാക്കിയതിന് ശേഷം ബെൽറ്റ് ഊരുക. അതിന് ശേഷം ആ പമ്പ് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ലോക്കാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ടെൻഷനർ കാര്യങ്ങളൊക്കെ മാറും കേട്ടോ.